Hi friends, welcome back to Rasfi's kitchen. നമുക്കിന്ന് പിസയിലൊക്കെ യൂസ് ചെയ്യുന്ന മൊസറല്ല ചീസ് വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നും അത് ഉപയോഗിച്ച് ഓവൻ ഒന്നും യൂസ് ചെയ്യാതെ പിസ്സ കപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇന്നലെ കമൻറ്റ് ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മിസ്സായവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത്. ഈ വരുന്ന 20th ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ എല്ലാവരോടും എനിക്കൊരു ഹാപ്പി ന്യൂസ് അറിയിക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോ കൂടെ ഉൾപ്പെടുത്തിയാലോ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ എന്നോട് ഇവിടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. നാളെ രാത്രി 12 മണി വരെ ചോദിക്കാനുള്ള ടൈമുണ്ട്. ഫണ്ണി ആയിട്ടുള്ളതാവാം, അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ളതാവാം. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ എന്നോടൊന്ന് ഷെയർ ചെയ്യുക. ഇതിനെല്ലാം ഞാൻ റിപ്ലൈ വരുന്ന 20th അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ചീസ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ചീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. അധികം അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നങ്ങ് ചൂടായാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കുറച്ച് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ പാലും തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പാലൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാലങ്ങ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ നീരിന് പകരം വിനേഗറും യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതങ്ങ് പിരിഞ്ഞിട്ട് വരും. ഇപ്പോൾ പാലങ്ങ് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതൊരു അരിപ്പയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് അങ്ങ് പ്രസ് ചെയ്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അങ്ങ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ചൂടുള്ള വെള്ളം നോക്കിയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ കൈയൊന്നും പൊള്ളുന്ന ടൈപ്പിലുള്ള എടുക്കരുത്. നമ്മളെ കൈ തട്ടിയാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ചൂടുണ്ടാവില്ല. ആ ഒരു ചൂടിലുള്ള എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഫസ്റ്റ്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പിരിച്ച് വെച്ചിട്ടുള്ള ആ പാലെടുത്തിട്ട് ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാൻ മതി. ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ഇങ്ങനെ കയ്യിലിട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ അത്യാവശ്യം ചൂടുള്ളത് നോക്കിയിട്ട് എടുക്കട്ടെ. നമ്മളെ കൈയും കൂടെ തട്ടുമ്പോൾ പൊള്ളുന്ന ടൈപ്പൊന്നും ആവരുത്. അപ്പോൾ ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു 4-5 പ്രാവശ്യം ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു ചീസിന് വലിച്ചിൽ വരുമല്ലോ അത് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഞാനിതൊരു 5 പ്രാവശ്യം അങ്ങ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലൂമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റുള്ള എന്തെങ്കിലും പാത്രത്തിൽ വെച്ചിട്ടോ വെച്ചാൽ മതി. അതിനുശേഷം ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് 2 സൈഡിലും കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് ഒരു 3 മണിക്കൂർ. ഇപ്പോൾ ഞാൻ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊസറല്ല ചീസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള അലൂമിനിയം ഫോയിലൊക്കെ ഒന്ന് ഫസ്റ്റ് നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചീസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാനും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിസ്സൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചീസ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഞാൻ ഇതേപോലെ അങ്ങ് ചെയ്തിട്ട് പിസ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ചീസ് ഞാൻ ഇതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി പിസ്സ കപ്പിലോട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് 2 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒലീവ് ഓയിലിന് പകരം ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിട്ടിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലോട്ട് ഒരു 1/4 കപ്പ് ക്യാരറ്റും 1/4 കപ്പ് ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് തന്നെ കമ്പ് എടുത്തിട്ടുണ്ട്. അത് ഫ്രോസൺ കമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 1/4 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് പിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അധികം ആവേണ്ട, നമ്മൾ കുറച്ച് ചീസ് ഇതിലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചീസിലും കുറച്ച് ഉപ്പ് വരുന്നതാണ്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ കമ്പ് ഇടണം നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നല്ല പോലെ അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പം ഫില്ലിങ്സ് ഏകദേശം അങ്ങ് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്ങും ഒരു 1/4 ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സും. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ മതി, കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ. ഒരു 1/4 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, അതില്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആഡ് ചെയ്താലും മതി. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചീസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള. പിന്നെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ പിസ്സ ബേസിന് പകരം ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് അങ്ങ് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കണം. അപ്പം ഡ്രൈ ആയിട്ടുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ ക്ലോത്തിന് മുകളിൽ കുറച്ച് ടൈം ഒന്ന് ഇട്ടാൽ മതി, അതങ്ങ് സ്മൂത്തായിട്ട് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള റൗണ്ടിലുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം ബാക്കി വരുന്നുണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ അതാ നമുക്ക് ഇതുപോലുള്ള ഒരു റൗണ്ട് പീസാണ് കിട്ടിയിട്ടുള്ളത്. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ള ഇതേപോലെ ഒന്ന് അങ്ങ് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതാ ഞാനിവിടെ 3 എണ്ണം അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിന് മുകളിൽ കുറേശ്ശായിട്ട് ഒലിവ് ഓയിലോ ഗീയോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 എണ്ണത്തിന് സെൻറ്റർ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ പാനിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത ഭാഗം താഴ്ഭാഗത്തേക്ക് ആക്കിയിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരും. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്യാനൊന്നും ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ എക്സ്ട്രാ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല താഴ്ഭാഗത്ത്. ഈ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗീയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബ്രെഡുകൾ ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ അധികം ഫില്ലിങ്സ് ഒന്നും ഉണ്ടാവില്ല, ഒരു ടേബിൾ സ്പൂണൊക്കെ കൊള്ളുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് വെച്ച് കൊടുത്താൽ മതി. എന്താ വെച്ചാൽ അതിന് മുകളിൽ നമുക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അതിനും കൂടിയുള്ള സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാൻ മൊത്തം അങ്ങ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കുറേശ്ശായിട്ട് നമുക്ക് ആ ഒരു ചീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചീസാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചീസ് ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും പിസ്സ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയാൻ പാടില്ല. നമുക്ക് ഈസി ആയിട്ട് പാലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവർ അങ്ങനെ എടുത്ത് കഴിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ചിക്കനൊന്നും ഇല്ലാതെ എന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചിക്കൻ വേണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ വെജിറ്റബിൾസൊക്കെ അവർക്ക് കഴിക്കാനൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായാലും കഴിക്കെടുത്ത് കളയൊന്നുമില്ല. ഇനി നമുക്കതിന് മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറേശ്ശെ ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ പാന് സ്റ്റൗവിന് മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങ് കവർ ചെയ്ത് വെക്കുകയാണ്. ഇപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒന്നങ്ങ് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് അങ്ങ് മാറ്റും. അതിനുശേഷം നമ്മുടെ ആ ഒരു ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്നത് നമ്മൾ കാണുമല്ലോ. ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് അങ്ങ് എടുത്താൽ മതി. ഇപ്പോൾ അതാ നമ്മുടെ കപ്പ് പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചീസൊക്കെ നല്ലപോലെ അങ്ങ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന്
ഒന്നങ്ങ് ചൂട് പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അതാ അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ കണ്ടില്ലേ, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല പോലെ അങ്ങ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ബ്രെഡൊക്കെ നല്ല ക്രിസ്പിയാണ് കേട്ടോ, തൊട്ടാൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ട്, ചീസ് വലിഞ്ഞൊക്കെ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ചീസ് നല്ലപോലെ അങ്ങ് വലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൊസറല്ല ചീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ന്യൂ റെസിപ്പീസുമായി വരുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.